ഹലോ നമസ്കാരം. ഞാൻ അനീഷ് അബ്രഹാം, യുകെയിൽ നിന്ന്. യുകെയിലെത്തിയതിന് ശേഷം തകർന്നു പോയ നിരവധി കുടുംബങ്ങളെ എനിക്ക് അറിയാം. ഒരുപാട് ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് യുകെയിൽ വന്നതിന് ശേഷം അത്രയും നാൾ ചിലപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി പ്രേമിച്ച് വിവാഹം കഴിച്ചവരുണ്ട്. അല്ലാതെ തന്നെ നിരവധി വർഷങ്ങളായിട്ട് ആഹ്, ഒരുമിച്ച് ജീവിച്ച ആളുകളുണ്ട്. പലരും യുകെയിൽ വന്നതിന് ശേഷം ആഹ്, പലവിധ പ്രശ്നങ്ങൾ, കൂടുതലും ഭാര്യമാരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഭർത്താക്കന്മാരെ ഉപേക്ഷിക്കുന്നു, നാട്ടിലേക്ക് പറഞ്ഞു വിടുന്നു എന്നുള്ള പ്രശ്നങ്ങൾ പലതും ഞാൻ തന്നെ പലതവണ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു സംഭവം ഇന്ന് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു പയ്യൻ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, നാട്ടിൽ നിന്നാണ് വിളിച്ചത്. ആഹ്, ഇവൻ്റെ ഭാര്യ ഇവിടെ സ്റ്റുഡൻറ് വിസയിൽ വന്നിട്ടുണ്ട്, ഇവനും യു കെയിൽ എത്തിയായിരുന്നു. കുറച്ച് നാളുകൾ ഇവിടെ ജീവിച്ചതിന് ശേഷം ഈ ഭാര്യ ഇവനുമായിട്ട് വഴക്കുണ്ടാക്കി ഇവനെ പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വിട്ടു. 2 കുഞ്ഞു കുട്ടികളുണ്ട്. ആ കുട്ടികളെ നോക്കി ഇവൻ വളരെയധികം വിഷമത്തോടു കൂടി ജീവിക്കുകയാണ്. ആ സമയത്താണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നതായിട്ട് എന്നെ അറിയിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നലെ വീണ്ടും ഈ പയ്യൻ എന്നെ കോണ്ടാക്ട് ചെയ്തു. ഈ പെൺകുട്ടിക്ക് ഇവിടെ സ്റ്റുഡൻറ് വിസ അവസാനിച്ചതിന് ശേഷം മറ്റൊരു വിസ കിട്ടിയില്ല. പുതിയൊരു വിസ എടുക്കണമെങ്കിൽ ലക്ഷങ്ങൾ വീണ്ടും കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇവൾ ഓൾറെഡി യു കെയിൽ വന്നത് ഈ പയ്യൻ്റെ പൈസ കൊണ്ടാണ്. കൂടുതൽ പൈസ സമ്പാദിക്കാൻ കഴിയാഞ്ഞത് കൊണ്ട് വീണ്ടും തിരിച്ച് ഭർത്താവിനെ വിളിച്ചു. ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് പറഞ്ഞു. ഈ പയ്യൻ കുട്ടികളുടെ ഭാവി ഓർത്ത്, ശരി, ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു, നീ തിരിച്ചു പോര്, നമുക്കൊന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞു ഇവള് തിരിച്ച് നാട്ടിൽ എത്തിയിരിക്കുകയാണ്. പലപ്പോഴും ഈ സ്ത്രീകൾ ഈ പുരുഷന്മാരെ ഇവിടെ യു കെയിൽ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ സ്വാതന്ത്ര്യവും ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഭർത്താക്കന്മാർ ഇല്ലെങ്കിൽ കൂടെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, അല്ലെങ്കിൽ തൻ്റെ ഫ്രീഡം നാട്ടിലെ പോലെ അല്ല, ഇവിടെ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട് എന്നൊക്കെയുള്ള തോന്നലൊക്കെ ആയിരിക്കാം പലപ്പോഴും ഭർത്താവിനെ വേണ്ട എന്ന് വെക്കുന്നത്. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് ചെല്ലേണ്ട അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ഈ പാവങ്ങൾ മാത്രമേ കാണത്തുള്ളൂ നിങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട്. നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്താലും ഇവർ ആണുങ്ങൾ മിക്കവരും തന്നെ 90% ആണുങ്ങളും വളരെയധികം സ്നേഹമുള്ളവരാണ്. നിങ്ങളൊരു എത്ര വലിയ തെറ്റ് ചെയ്താലും അവർ ക്ഷമിക്കും. അവർ നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്ന പലരും. മറ്റൊരു വിവാഹത്തെ കുറിച്ച് പോലും പലരും ചിന്തിക്കാറില്ല. എന്നോട് സംസാരിച്ച പലരും പറഞ്ഞിട്ടുണ്ട്, ഇനി മറ്റൊരു വിവാഹമില്ല ചേട്ടാ, ഇനി ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാനാണ് തീരുമാനം എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. യു കെയിലുള്ള ഇതുപോലെ ഭർത്താക്കന്മാരെ തിരിച്ച് നാട്ടിലേക്ക് വിട്ട സഹോദരിമാർ ഒന്നുകൂടെ ആലോചിക്കുക. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വിഷമഘട്ടം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരുണ്ടാവും. കാരണം നിങ്ങൾ പൈസ നിങ്ങളുടെ സ്വന്തം വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടാവും. നിങ്ങളെ കൂടെ താമസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള യു കെയിലുള്ള ആളുകൾ ഉണ്ടാവും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാവും. പക്ഷെ ഒരു വിഷമഘട്ടം വരുമ്പോൾ അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു സംഭവം ഓർത്തത്. ഒരു പെൺകുട്ടി ഇതുപോലെ ഭർത്താവിനെ ഉപേക്ഷിച്ചു. അവളെ വളരെയധികം സപ്പോർട്ട് ചെയ്തു, സ്വന്തം വീട്ടുകാർ. ഇവൾ ഇവിടെ മറ്റൊരു റിലേഷനിൽ പെട്ടു, പ്രഗ്നൻ്റ് ആയി. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഈ പെൺകുട്ടിയെ തള്ളിക്കളഞ്ഞു. ആ പയ്യൻ, പ്രഗ്നൻ്റ് ആക്കിയ പയ്യൻ, പെട്ടെന്ന് തന്നെ അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു. ഈ പെൺകുട്ടിക്ക് ഈ പ്രഗ്നൻ്റ് ആയ പെൺകുട്ടിക്ക് അബോർഷന് ട്രൈ ചെയ്തു, അത് നടന്നില്ല. ഇവളാകെ പെട്ടുപോയി. ഇങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ വരാം. നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുമ്പോഴാണ് നിങ്ങളുടെ കൂടെ ആരാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്, മദ്യപിച്ച് നിങ്ങൾ ഉപദ്രവിക്കുന്ന ആൾക്കാരെയൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അല്ലാതെ നിങ്ങൾക്ക് വേറെ മറ്റ് പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങൾ വേണ്ട എന്ന് വെച്ച ഭർത്താക്കന്മാരോട് ഒന്ന് ക്ഷമിച്ചുകൂടെ? അവരോട് ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കുക. അവർ നിങ്ങളോട് സ്നേഹത്തോടു കൂടിയേ പെരുമാറത്തുള്ളൂ.
നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ നിങ്ങൾ മാപ്പ് പറയുകയാണെങ്കിൽ അവർ അപ്പോൾ തന്നെ നിങ്ങളെ സ്വീകരിക്കും, രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. ദയവ് ചെയ്ത് കുടുംബങ്ങൾ നശിച്ചു പോകാതിരിക്കട്ടെ. കുട്ടികളുടെ ഭാവിയെ കരുതിയെങ്കിലും ഈ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ അവസാനിപ്പിച്ച് ഒന്നിച്ച് ജീവിക്കാൻ, നല്ലൊരു ജീവിതത്തിന് വേണ്ടി ശ്രമിക്കും. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.